ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ഷോറൂം വിസിറ്റ് വീഡിയോ ആണ്. എല്ലാ വാഹനത്തിൻ്റെയും എല്ലാ വേരിയൻസിൻ്റെയും അതുപോലെ നമ്മൾ ഓൺ റോഡ് പ്രൈസും അതുപോലെ ഓഫേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് GSTയുടെ ഡിസ്കൗണ്ട് വന്നത് കൂടാതെ തന്നെ നമുക്ക് ഷോറൂമിൽ നിന്നും കൺസ്യൂമർ ഓഫറും അതുപോലെ ബുക്കിംഗ് ഓഫറും എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ രീതിയിലും നമുക്ക് ഇപ്പോൾ പറ്റിയൊരു സമയമാണ് വണ്ടി വാങ്ങിക്കാൻ പറ്റിയ. നമുക്ക് അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. ചാനലിലേക്ക് പുതുതായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും പരിഗണിക്കുക. ഓരോ വണ്ടിയുടെയും അതുപോലെ അതിൻ്റെ ഓൺ റോഡ് പ്രൈസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ആൾട്ടോ K10ൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റ് വണ്ടിക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് എന്നുള്ള പേരിലാണ് വരുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. എക്സ് ഷോറൂം വില വരുന്നത് 3,69,900 രൂപയാണ്. നമുക്ക് വണ്ടി ഒരു ഓൺ റോഡ് 4,34,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി ആയിട്ട് വരുന്നത് ഒരു 8,980 രൂപയാണ്. അതുപോലെ ചേർത്തിട്ട് നമുക്ക് 4,34,000 രൂപയ്ക്ക് നമുക്ക് വണ്ടിക്ക് ഇറക്കാൻ പറ്റും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. കൺസ്യൂമർ ഓഫറായിട്ട് 20,000 രൂപയും അതുപോലെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 15,000 രൂപയും ബുക്കിംഗ് ഓഫറായിട്ട് നമുക്ക് 26-ാം തീയതി വരെ ബുക്ക് ചെയ്യുന്നവർക്ക് 25,000 രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട് ബുക്കിംഗ് ഓഫറായിട്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു 78,000 രൂപയുടെ പരം നമുക്ക് ഡിസ്കൗണ്ട് ആണ് നമുക്ക് ഇപ്പം ആൾട്ടോ K10 ലഭിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഓൺ റോഡ് പ്രൈസിൽ നിന്നും നമുക്ക് 78,000 രൂപ വീണ്ടും വണ്ടിക്ക് കുറയാൻ പറ്റും. പല ആൾക്കാർക്കും പല രീതിയിലാണ് വണ്ടിക്ക് ഓരോ ഓഫേഴ്സും വരുന്നത്. മൊത്തത്തിൽ നമുക്ക് അറൗണ്ട് പറയുകയാണെങ്കിൽ ഒരു 78,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ആണ് വണ്ടിക്ക് വരുന്നത്. 4,34,000 നിന്നും വീണ്ടും നമുക്ക് ആ ഒരു പ്രൈസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് LXI എന്നൊരു വേരിയന്റ് വരുന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റ്. അതിന് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത് നമുക്ക് 4,70,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആയി വരുന്നത്. പിന്നെ നമുക്ക് ഓഫേഴ്സ് അതിൽ നിന്ന് വീണ്ടും കുറയും. പിന്നെ VXI വേരിയന്റ് ആയിട്ട് വരുന്നത് അതിന് വരുമ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അങ്ങനെ രണ്ട് രീതിയിൽ VXI വരുന്നുണ്ട്. ഇപ്പോൾ മാനുവലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 5,28,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ 5,78,000 രൂപയായിട്ട് അത് കൂടുന്നുണ്ട്. പിന്നെ നമുക്ക് VXI പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്, അതാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. അതിൻ്റെ ഫുൾ ഓപ്ഷന് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. അപ്പോൾ മാനുവലിലേക്ക് വരികയാണെങ്കിൽ 5,83,000 രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ 6,51,000 രൂപയാണ് നമുക്ക് ഓൺ റോഡായിട്ട് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓഫേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പം കുറച്ചധികം ഓഫേഴ്സ് ലഭിക്കുന്നുണ്ട്. 83,200 രൂപയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ VXI മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് 83,000 വരെ ഓഫേഴ്സ് ലഭിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ഈ പറയുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവിലേക്ക് നിങ്ങൾ വിളിച്ച് സംസാരിക്കേണ്ടതാണ്. അപ്പം പല രീതിയിലും പലർക്കും ഓഫേഴ്സ് സ്പ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും എല്ലാ ഓഫേഴ്സും കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയുക. ഇനി നമുക്ക് വാഗണറിൻ്റെ പ്രൈസിലേക്ക് കിടക്കാം. വാഗണറിൻ്റെ പ്രൈസിലേക്ക് വരുമ്പം നമുക്ക് വേരിയൻസിലേക്ക് തന്നെ ആദ്യം തന്നെ സംസാരിക്കാം. വേരിയൻസ് LXI, VXI, ZXI ആൻഡ് ZXI പ്ലസ് ഇങ്ങനെ വരുന്ന വേരിയൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. ബേസ് മോഡലായി വരുന്നത് നമുക്ക് വേറെയും വേരിയൻസ് വരുന്നുണ്ട്. ടൂർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിനെ നമ്മൾ ഒഴിച്ചു നിർത്തുവാണെങ്കിൽ അത് നമുക്ക് ടാക്സി രീതിയിലാണ് ആ വണ്ടി വരുന്നത്. അതിനെ ഒഴിച്ചു നിർത്തി നമുക്ക് ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു മോഡലായിട്ട് നമുക്ക് പറയാവുന്നത് LXI എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. LXI വേരിയൻ്റ് വരുമ്പം 5,82,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. ഓഫേഴ്സ് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 73,000 രൂപയുടെ ഒരു ഓഫറാണ് നമുക്ക് പറയാവുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് 78,000 വരെയുള്ള ഓഫേഴ്സ് ലഭിക്കാം. പിന്നെ അത് ഈ ഓഫേഴ്സ് കൂടാതെയുള്ള പ്രൈസാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത്. ഓഫേഴ്സ് നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കുന്നത് കൊണ്ട് അത് ഞാൻ പറയുന്നില്ല. നമുക്ക് 5,82,000 രൂപ LXI വേരിയൻറ്റിന് വരുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ VXIയിലേക്ക് വരുമ്പം 6,59,000 രൂപ ഓൺ റോഡ് വരുന്നുണ്ട്.
പിന്നെ അടുത്ത നമുക്ക് മോഡലായിട്ട് പറയുന്നത് ZXi 1.2 ലിറ്റർ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞത് രണ്ട് വേരിയൻസും, അതായത് LXiയും VXiയും 1 ലിറ്ററിൻ്റെ ആണ് പ്രൈസ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ VXi മാനുവൽ ട്രാൻസ്മിഷൻ്റെ പ്രൈസാണ് 6,59,000 രൂപ. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ 7,12,000 രൂപ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും, ഓട്ടോമാറ്റിക് 1 ലിറ്റർ. ഇനി നിങ്ങൾക്ക് 1.2 ലിറ്റർ കുറച്ചും കൂടി പവർ വേണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ZXi ഒരു ഓപ്ഷനായിട്ടാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. ZXi 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് 7,10,000 രൂപയാണ്. പിന്നെ ഇനി ZXi പ്ലസ് 1.2 ലിറ്ററിന് വരുന്നത് 7,60,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇത് ഓഫേഴ്സ് ഇല്ലാതെയുള്ള പ്രൈസാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫേഴ്സ് നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് കുറയും. ഇനി ZXi 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുമ്പോൾ 7,69,000. അതുപോലെ ZXi പ്ലസ് 1.2 ലിറ്റർ AGSന് വരുന്നത് 8,12,000 രൂപയാണ്. അപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 8,12,000 ആണ്. അതിൽ നിന്ന് വീണ്ടും നമുക്ക് പ്രൈസ് വീണ്ടും കുറയുന്നതാണ്. 78,000 രൂപ വരെയുള്ള ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം കറൻ്റ്ലി അവൈലബിൾ ആണ്. GST റിഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കൂടാതെയുള്ള പ്രൈസാണ് ഞാൻ ഇപ്പം ഓഫർ രീതിയിൽ വന്നിരിക്കുന്നത്. 26-ാം തീയതി വരെയുള്ളൂ നമുക്ക് ബുക്കിംഗ് ഓഫറായിട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ബുക്കിംഗ് ഓഫർ ആ 26-ാം തീയതിക്ക് മുന്നേ ബുക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് മാത്രമേ നമുക്ക് ആ ഒരു ഓഫർ വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് കടക്കാം. ഇനി നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സ്വിഫ്റ്റ് നമുക്കിപ്പം പുതിയ മോഡൽ ഇപ്പം കറൻ്റ്ലി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന മോഡൽ അത്യാവശ്യം ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നൊരു വണ്ടിയാണ്, ഹാച്ച് ബാക്ക് മോഡലാണ്. ഇപ്പം സ്വിഫ്റ്റ് നമുക്ക് വരുമ്പം LXi വേരിയൻറ്റ് വരുന്നത് 6,97,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. കൺസ്യൂമർ ഓഫറായിട്ട് നമുക്ക് 10,000 രൂപയും അതുപോലെ ബുക്കിംഗ് ഓഫറായിട്ട് 25,000 രൂപയും നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് മറ്റ് പല ഓഫേഴ്സും വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു മാനുവൽ ട്രാൻസ്മിഷന് 73,000 രൂപയുടെയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് 78,000 രൂപ വരെയുള്ള ഓഫേഴ്സ് നമുക്ക് സ്വിഫ്റ്റിന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ പ്രൈസിലേക്ക് ഓരോന്നും ജസ്റ്റ് ഓൺ റോഡ് പ്രൈസിലേക്ക് കിടക്കാം. ഇനി VXi മാനുവൽ ട്രാൻസ്മിഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 7,90,000 രൂപയ്ക്ക് ലഭ്യമാണ്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ VXi AGS എന്ന് പറയും, അതിന് 8,43,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. അതിൽ നിന്ന് വീണ്ടും പ്രൈസ് കുറയും. കൺസ്യൂമർ ഓഫറും അതുപോലെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് വരുന്ന ഓഫേഴ്സ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ആ ഓഫേഴ്സ് ഇനി ഇതിൽ നിന്ന് വീണ്ടും കുറയുന്നതാണ്. ഇനി ZXi മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് 9 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ZXi AGS അതായത് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുമ്പോൾ 9,53,000 രൂപയാണ് വരുന്നത്. ഇനി ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷനോ 9,80,000 രൂപയാണ് അതിന് വരുന്നത്. അതായത് മാനുവൽ ട്രാൻസ്മിഷനല്ല, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് AGS എന്ന് പറയുമ്പോൾ വരുന്നത്. അതിന് 10,33,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് 10,33,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ നിന്ന് വീണ്ടും നമുക്ക് 78,000 വരെയുള്ള ഓഫേഴ്സ് കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഓഫേഴ്സും അതുപോലെ GST ഡിസ്കൗണ്ട്സ് വന്നാൽ നിങ്ങൾക്ക് പറ്റിയ സമയമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ, മറ്റേത് ഒരു മാരുതി വാഹനം നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ സമയം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത വാഹനത്തിനെ കുറിച്ച് സംസാരിക്കാം. ഇനി നമുക്ക് ബ്രെസയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ബ്രെസ വരുമ്പോൾ നമുക്ക് 53,000 വരെയുള്ള ഒരു ഓഫർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രസൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ബുക്കിംഗ് ഓഫറായിട്ട് വരുന്നത് 15,000 രൂപയാണ്. പിന്നെ കൺസ്യൂമർ ഓഫറായിട്ട് നമുക്കിപ്പോൾ കറൻ്റ്ലി കിട്ടുന്നില്ല, 0 റുപ്പീസാണ് അത് വരുന്നത്. ഇനി നമുക്ക് വണ്ടിക്ക് ബാക്കി ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 53,000 വരുന്നത്. അത് എക്സ്ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഒരു 20,000 രൂപ അതിനകത്ത് വരും, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് LXi മാനുവൽ ട്രാൻസ്മിഷനാണ് ബ്രെസ നോക്കുന്നെങ്കിൽ 9,86,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. VXi മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിലോ 11,05,000 രൂപയും VXi ഓട്ടോമാറ്റിക് അതായത് 6 സ്പീഡ് 8 വരുമ്പോൾ 12,94,000 രൂപയാണ് വരുന്നത്. ഇനി ZXi മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് 12,70,000, ZXi ഓട്ടോമാറ്റിക്കിന് വരുന്നത് 14,35,000 രൂപയും ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷന് 14,04,000 രൂപയും ZXi പ്ലസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 15,66,000 രൂപയാണ് ഓൺ റോഡ് വരുന്ന പ്രൈസ്. ഇത്രയും കാര്യങ്ങളാണ് ബ്രെസയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത മോഡലായിട്ടുള്ള സെലേറിയോയിലേക്ക് കടക്കാം. സെലേറിയോയുടെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വേരിയൻസ് വരുന്നത് LXi,
VXi, ZXi, ZXi പ്ലസ് ഇങ്ങനെയാണ് വേരിയൻസ് വരുന്നത്. നമുക്ക് ഓഫറായിട്ട് ഇപ്പോൾ കറൻ്റ്ലി മാനുവൽ ട്രാൻസ്മിഷന് എല്ലാം കൂടെ കൂട്ടി ഒരു 78,000 രൂപ വരെയുള്ള ഒരു ഓഫർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ 83,000 വരെയുള്ള ഓഫേഴ്സാണ് അവിടെ വരുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു ഓഫേഴ്സും ഇപ്പം നമുക്ക് പ്രസൻ്റ്ലി അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് 78,000 രൂപ വരെയുള്ള ഓഫർ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ അതുപോലെ ഓട്ടോമാറ്റിക്കിന് 83,000 വരെയുള്ള ഓഫറും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സെലേറിയോയിൽ വേരിയൻസ് വരുമ്പോൾ LXi മാനുവൽ ട്രാൻസ്മിഷന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5,49,000 രൂപയാണ്. 5,49,000 അതിൽ നിന്ന് നമുക്ക് പല ഓഫേഴ്സും രീതിയിൽ നമുക്ക് പ്രൈസ് വീണ്ടും കുറയ്ക്കാൻ പറ്റും. പിന്നെ VXi മാനുവൽ ട്രാൻസ്മിഷന് വരുന്നത് 6,16,000 രൂപയാണ്. ZXi മാനുവൽ ട്രാൻസ്മിഷന് 6,79,000 അതുപോലെ ZSI പ്ലസ് മാനുവൽ ട്രാൻസ്മിഷന് 7,46,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ VXiയും ZXiയും ZXi പ്ലസും അങ്ങനെ 3 വേരിയൻസ് ആണ് ലഭിക്കുന്നത് സെലേറിയോയ്ക്ക്. ഇനി നമുക്ക് VXiയിലെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 6,70,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. പിന്നെ ZXi മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 7,33,000 രൂപയ്ക്കും വരുന്നുണ്ട്. ഇനി ZXi പ്ലസ് ഓട്ടോമാറ്റിക് അതായത് ഫുൾ ഓപ്ഷൻ വേരിയന്റിലേക്ക് വരുമ്പോൾ 8 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഓൺ റോഡ് വരുന്നത്. പിന്നെ നമുക്ക് ഇനി വീണ്ടും കുറയ്ക്കാവുന്നതാണ്. ഓഫേഴ്സ് അപ് ടു നമുക്ക് ഓട്ടോമാറ്റിക്കിന് 83,000 വരെയുള്ള ഒരു ഓഫർ വരുന്നുണ്ട്. അടുത്ത നമുക്ക് എർട്ടിഗയുടെ പ്രൈസിലേക്ക് കടക്കാം. എർട്ടിഗ നമുക്ക് പ്രൈസ് വരുന്നത് 10,27,000 രൂപ, അതായത് 10,27,000 രൂപയ്ക്ക് നമുക്ക് മാനുവൽ മോഡൽ ബേസ് മോഡൽ കിട്ടുന്നതാണ്. LXi എന്നാണ് ആ വേരിയന്റിന്റെ പേര് വരുന്നത്. ഇനി VXi മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരികയാണെങ്കിൽ 11,83,000 രൂപയും അതിന് ഓൺ റോഡ് വരുന്നുണ്ട്. നമുക്ക് ഓഫറും കാര്യങ്ങളൊന്നും പ്രസൻ്റ്ലി കൺസ്യൂമർ ഓഫറായിട്ടൊന്നും വരുന്നില്ല. കുറച്ച് റിട്ടൻഷൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു 3,000 രൂപയും അതുണ്ട്. അതുപോലെ കറൻ്റ്ലി ഇപ്പോൾ നമുക്ക് എർട്ടിഗയ്ക്ക് അധികം ഓഫേഴ്സ് അവൈലബിൾ അല്ല. ഇനി നമുക്ക് VXi മാനുവൽ ട്രാൻസ്മിഷൻ്റെ റേറ്റ് പറഞ്ഞു 11,83,000. ZXi മാനുവൽ ട്രാൻസ്മിഷന് 13,29,000 രൂപയും വരുന്നുണ്ട്. ഇനി നമുക്ക് ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ പ്രൈസിലേക്ക് വരുവാണെങ്കിൽ 14,12,000 രൂപയാണ് ZXi പ്ലസിന് വരുന്നത്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ VXi മോഡലിന് വരുന്നത് 13,65,000 രൂപയും ZXiക്ക് വരുന്നത് 14,91,000 രൂപയാണ്. ഇനി ഫുൾ ഓപ്ഷൻ വേരിയന്റ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുവാണെങ്കിൽ ZXi പ്ലസ് ഓട്ടോമാറ്റിക് 15,75,000 രൂപയാണ് വരുന്നത്. അതിൻ്റെ ഫുൾ ഓപ്ഷൻ മാനുവലിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു 14,12,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് എർട്ടിഗയുടെ പ്രൈസ് ഡീറ്റെയിൽസ് വരുന്നത്. ഇപ്പോൾ ഡിസയറിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ LXi മാനുവൽ ട്രാൻസ്മിഷന് വരുന്നത് 7,51,000 രൂപയാണ്. VXi മാനുവൽ ട്രാൻസ്മിഷന് 8,58,000. VXiയുടെ ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ 9,12,000 രൂപയാണ് വരുന്നത്. ഇനി ZXi മാനുവൽ ട്രാൻസ്മിഷന് വരുമ്പോൾ 9,76,000. ZXi ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 10,29,000. ഇനി ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷന് 10,38,000 ആണ് വരുന്നത്. ഇനി ZXi പ്ലസ് AGSന് വരുന്നത് 11,21,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ അധികം ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ അല്ല, പുതിയ മോഡൽ ആയതുകൊണ്ട് തന്നെ. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. ബൈ ഗൈസ്.